Hello friends, welcome to IGNOU Learning and to the MAPsychology classes. This is our first official class as a part of our MAPsychology syllabus. As most of you are not from the psychology background, I welcome you to the subject also. So in this particular session, we'll be discussing about cognitive psychology and its introduction. Also, we'll discuss about the key ideas that are a part of cognitive psychology. First, let me ask you a question. How many thoughts do we have in a day? അതായത് നമ്മൾക്ക് ഒരു ദിവസം എത്രത്തോളം തോട്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം എത്ര തോട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? ജസ്റ്റ് ഗസ് ഇറ്റ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം എത്രയാണ് നിങ്ങൾ ഗസ് എന്നുള്ളത്. വാട്ട് എവർ യുവർ ഗസ് ഈസ്, ആസ് പെർ ദ ന്യൂ സ്റ്റഡി ബൈ ദ ക്വീൻസ് യൂണിവേഴ്സിറ്റി കാനഡ, വി ഡു ഹാവ് അറൗണ്ട് 6200 തോട്ട്സ് പെർ ഡേ. അതായത് നമുക്ക് ഏകദേശം 6200ഓളം തോട്ട്സ് ഒരു ദിവസം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ആ തോട്ട്സിൽ തന്നെ ഏകദേശം 95% ഓഫ് തോട്ട്സും നമ്മൾ ഇന്നലെ ചിന്തിച്ച, അതായത് കഴിഞ്ഞ ദിവസം ചിന്തിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തോട്ട്സ് ആയിരിക്കും. ആ പറഞ്ഞ 95%ൻ്റെ ഭാഗമായിട്ടുള്ള അറൗണ്ട് 80% ഓഫ് കാര്യങ്ങളും നെഗറ്റീവുമായിരിക്കും എന്നാണ് പറയുന്നത്. സോ ദർ ഇസ് നോ വണ്ടർ അബൌട്ട് വൈ ഡു വി തിങ്ക് നെഗറ്റീവ്ലി മോസ്റ്റ് ഓഫ് ദ ടൈം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടർ ആവേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 80% ഓഫ് യുവർ തോട്ട്സ് ആർ നെഗറ്റീവ് എന്നാണ് നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ USA 2005 പറയുന്നത്. സോ എനിവേ, ഇത്ര മനസ്സിലാക്കുക, അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ നമ്മളെ തോട്ടിൻ്റെ 95%ഉം നമ്മൾ ഇന്നലെ ചിന്തിച്ച സെയിം കാര്യങ്ങളുടെ റിപ്പീറ്റേഷൻ ആയിരിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മളെ തോട്ട്സിൻ്റെ 80%ഉം നെഗറ്റീവ് തോട്ട്സ് ആണെന്നും കൂടെയാണ് അവർ പറയുന്നത്. സോ എവറിഥിങ് ഈസ് കണക്റ്റഡ് ടു എ തോട്ട്സ്. സോ ഡസ് കോഗ്നിഷൻ ടു. ദാറ്റ് മീൻസ് everything that we do has a thought behind it. എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത് ഒരു തോട്ടിൽ നിന്നാണ്. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴുണ്ടെങ്കിലും അതിന് പിന്നിലൊക്കെ ഒരു തോട്ട് ഉണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ തോട്ട്സ് ഉണ്ടാവുന്നതാണ് പറയാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോഗ്നിഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് തോട്ട് അല്ലെങ്കിൽ തിങ്കിങ് എന്നുള്ളത്. കാരണം തിങ്കിങ് കോഗ്നിഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോഗ്നിഷൻ്റെ മറ്റു ഏരിയാസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡൊമൈൻസ് ആയിട്ടുള്ള പെർസെപ്ഷൻ ആവട്ടെ, അറ്റൻഷൻ ആവട്ടെ, അതുപോലുള്ള എന്ത് കാര്യങ്ങളും ആവട്ടെ, ഇതിനൊക്കെ തോട്ട്സുമായിട്ട് അല്ലെങ്കിൽ തിങ്കിങ്ങുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള കണക്ഷൻസ് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ തോട്ട്സ് ആർ വെരി റിലവൻറ്റ് ഇൻ കോഗ്നിറ്റീവ് സൈക്കോളജി. വി കൻ ജസ്റ്റ് ടേക്ക് എ ലുക്ക് അറ്റ് വാട്ട് ഓൾ ആർ ദ ഏരിയാസ് അസോസിയേറ്റഡ് വിത്ത് കോഗ്നിഷൻ. ലാംഗ്വേജ് ഉണ്ട്, മെമ്മറി ഉണ്ട്, അറ്റൻഷൻ ഉണ്ട്, തിങ്കിങ് ഉണ്ട്, പെർസെപ്ഷൻ ഉണ്ട്, നോളജ് ഉണ്ട്, ഇമേജറി ഉണ്ട്, ഇൻ്റലിജൻസ് ഉണ്ട്. ഈ ഡൊമൈൻസിനെ കുറിച്ച് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഏരിയാസിനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ യൂണിറ്റ് തന്നെ പഠിക്കുന്നുണ്ട്. ഇനി നമുക്ക് കോഗ്നിറ്റീവ് സൈക്കോളജി എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത് നോക്കാം, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ പ്രധാനപ്പെട്ട ഫോക്കസ്, മെയിൻ ഫോക്കസസ് ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് ഹൗ പീപ്പിൾ പെർസീവ്, ലേൺ ആൻഡ് റിമെമ്പർ. ആളുകൾ എങ്ങനെ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നു, എങ്ങനെ കാര്യങ്ങൾ പെർസീവ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ എങ്ങനെ കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കുന്നു, അല്ലെങ്കിൽ മെമ്മറീസ് ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫീൽഡ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. വിച്ച് മീൻസ് നമ്മൾ എങ്ങനെയൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നു, എത്ര ഫാസ്റ്റായിട്ട് പഠിക്കുന്നു, എത്ര ഫാസ്റ്റായിട്ട് നമ്മൾ കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കുന്നു, എങ്ങനെയൊക്കെ നമ്മൾ കാര്യങ്ങൾ പെർസീവ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ എന്താണ് കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അടുത്തതാണ് ഹൗ പീപ്പിൾ പെർസീവ് വേരിയസ് ഷേപ്സ് ആൻഡ് പാറ്റേൺസ്. നമ്മൾ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്സ് ഒക്കെ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു ടേബിൾ കാണുമ്പോൾ അതിൻ്റെ ഷേപ്പ് എന്നതാണ് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത്. അതായത് ലൈക്ക് ഒരു സംഭവത്തിനെ ഒരു ഹോളായിട്ട് എങ്ങനെയാണ് നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്നത്, ഡിഫറെൻറ്റ് പാർട്സ് അല്ലാതെ. നമ്മളൊരു റെക്റ്റാങ്കിൾ കാണുമ്പോൾ അത് 4 ലൈൻസ് അല്ല, അതൊരു റെക്റ്റാങ്കിൾ ആണ് നമുക്ക് പെർസീവ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനൊരു അബിലിറ്റി ആവശ്യമുണ്ട്. അങ്ങനെ നമ്മളുടെ പാറ്റേൺ റെക്കഗ്നിഷനൊക്കെ എങ്ങനെയാണ് സാധ്യമാവുന്നത് എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടും കോഗ്നിറ്റീവ് സൈക്കോളജി ട്രൈ ചെയ്യുന്നുണ്ട്. കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ അടുത്തൊരു ഫോക്കസ് ഏരിയയാണ് ഹൗ പീപ്പിൾ റിമെമ്പർ സം ഫാക്ട്സ് ആൻഡ് ഫോർഗെറ്റ് അതേഴ്സ്. നമ്മൾ എന്തുകൊണ്ട് ചില കാര്യങ്ങൾ മറന്നു പോകുന്നു, ചില കാര്യങ്ങൾ ഓർത്തു വെക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ചില കാര്യങ്ങൾ മറക്കും, ചില കാര്യങ്ങൾ ഓർത്തു വെക്കും. നല്ല രീതിയിൽ ഓർമ്മയുള്ളതുണ്ടാവും, ചെറിയ രീതിയിൽ ഓർമ്മയുള്ളതുണ്ടാവും. അതൊക്കെ ക്വൈറ്റ് നോർമലാണ്. സോ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർത്ത് വെച്ചുകൂടാം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തുകൊണ്ട് മറക്കാൻ പറ്റുന്നില്ല? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കോഗ്നിറ്റീവ് സൈക്കോളജി ഫെർദറായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹൗ പീപ്പിൾ ലേൺ ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. ഒരു മനുഷ്യന് എങ്ങനെയാണ് ഒന്നിൽ കൂടുതൽ ലാംഗ്വേജസ് പഠിക്കാൻ പറ്റുന്നത്? നമ്മൾ ലാംഗ്വേജസ് അക്വയർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ലാംഗ്വേജസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ കോഗ്നിഷൻ്റെ ഏതൊക്കെ ഏരിയാസാണ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതൊക്കെ കോഗ്നിറ്റീവ് സൈക്കോളജി എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും കോഗ്നിറ്റീവ് സൈക്കോളജി ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെ ആളുകൾ പഠിക്കുന്നു, ഷേപ്സും പാറ്റേൺസും അതുപോലുള്ള പെർസെപ്ഷനൊക്കെ നടക്കുന്നു, മെമ്മറി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയാസ് എന്നുള്ളത്. ഇനി ഈ ഒരു പെർട്ടിക്കുലർ ലെക്ചറിൽ നമ്മൾ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
ഒന്ന് റിസർച്ചസ് ഇൻ കോഗ്നിറ്റീവ് സൈക്കോളജി, അതായത് കോഗ്നിറ്റീവ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന റിസർച്ചിനെ കുറിച്ചാണ്, അതല്ലെങ്കിൽ റിസർച്ച് മെത്തേഡ്സ് ഏതൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കീ ഐഡിയാസ് ഇൻ കോഗ്നിറ്റീവ് സൈക്കോളജിയാണ്. അതായത് കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ബാക്ക് ബോൺ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഐഡിയാസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യുക. സോ വിത്തൗട്ട് എനി ഫർദർ ഇൻട്രഡക്ഷൻ വി ക്യാൻ മൂവ് ഓൺ ടു ഡിസ്കസ് അബൌട്ട് റിസർച്ച് ഇൻ കോഗ്നിറ്റീവ് സൈക്കോളജി. ഈ പെർട്ടിക്കുലർ പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക രണ്ട് കാര്യങ്ങളാണ്, ഗോൾസ് ഓഫ് റിസർച്ച് ആൻഡ് മെത്തേഡ്സ് ഓഫ് റിസർച്ച്. ഒരു കോഗ്നിറ്റീവ് റിസർച്ചിൻ്റെ പ്രധാനപ്പെട്ട ഗോൾസ് എന്തൊക്കെയാണ്? വെറുതെ ആരും കോഗ്നിറ്റീവ് റിസർച്ച് ചെയ്യില്ല. അപ്പം എല്ലാ റിസർച്ചിനും അതിൻ്റേതായ ഗോൾസ് ഉണ്ടാവും. അപ്പോൾ പെർട്ടിക്കുലർ ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള കോഗ്നിറ്റീവ് റിസർച്ചിൻ്റെ ഗോളുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഈ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് റിസർച്ചേഴ്സ് വാട്ട് കൈൻഡ് ഓഫ് റിസർച്ച് മെത്തേഡ്സ് ആർ യൂസിങ് എന്നുള്ളത് നമ്മൾ പഠിക്കും. So let's move on to the goals of cognitive research. The first one is hypothesis formation and testing, and the second one is data gathering and analysis, third one is theory development, and the fourth one is explaining thoughts. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഹൈപ്പോത്തസിസ് ഫോർമേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ആണ് ഒന്നാമത്തെ ഗോൾ. ഓക്കെ, ഞാൻ ജസ്റ്റ് പറയാൻ വേണ്ടി ഒരു ഓർഡർ സെറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, അത് ഇന്ന ഓർഡറിലാണ് ഗോൾ എന്നുള്ളത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സോ ഈ നാലും എന്താണ് പ്രധാനപ്പെട്ട ഗോൾസ് ആണ്, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പോസിഷൻസ് ആണ് അല്ലെങ്കിൽ അസംഷൻസ് ആണ്. ഒരു സ്റ്റഡിയിൽ എന്തായിരിക്കും കണ്ടെത്തുക എന്നുള്ളത് നമ്മൾ മുമ്പേ അസ്യൂം ചെയ്യുക, അതിന് പിന്നീട് വെരിഫൈ ചെയ്യുക, അതൊക്കെയാണ് ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. സോ ഹൈപ്പോത്തസിസ് അതുപോലെ തന്നെ റിസർച്ചുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ടേംസ് ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്ന ഒരു പേപ്പർ തന്നെ അല്ലെങ്കിൽ ഒരു കോഴ്സ് തന്നെ നമുക്കുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട്, അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ എനിവേ അന്നൊരു റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അധികം ഡീപ്പായിട്ട് എന്താണ് ആ ഹൈപ്പോത്തസിസ് എന്നൊന്നും പറയുന്നില്ല. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ്. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസർച്ചിൻ്റെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് വിച്ച് ഇൻവോൾവ്സ് പ്രപ്പോസിഷൻസ് ഓർ അസംഷൻസ് അബൌട്ട് വാട്ട് കുഡ് ബി ദ റിസൾട്ട് ഓഫ് ഓർ വാട്ട് കുഡ് ബി ദ ഔട്ട്കം ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ റിസർച്ച്. സോ ഹൈപ്പോത്തസിസ് ഫോം ചെയ്യുക, അതോടൊപ്പം തന്നെ അത് ടെസ്റ്റ് ചെയ്ത് വെരിഫൈ ചെയ്യുക എന്നുള്ളത് ഒരു റിസർച്ചിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗോളാണ്. രണ്ടാമത്തെ ഗോളാണ് ഡാറ്റ ഗാദറിങ് ആൻഡ് അനാലിസിസ്. ഡാറ്റാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കളക്ട് ചെയ്യുന്ന ഡാറ്റയുടെ ബേസിൽ അത് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ റിസർച്ചിൻ്റെ റിസൾട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം റിസർച്ചിൻ്റെ റിസൾട്ടിനെ പ്രധാനമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ഡാറ്റ എന്നുള്ളത്. സോ ഡാറ്റ ഗ്യാദർ ചെയ്യുക അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതും അതിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതും എന്താണ് റിസർച്ചിൻ്റെ പ്രധാനപ്പെട്ട ഗോളുകളിൽ ഒന്നാണ്. ഇനി മൂന്നാമത്തതാണ് തിയറി ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. പൊതുവെ കോഗ്നിറ്റീവ് റിസർച്ചേഴ്സ് ഒക്കെ തിയറി ഡെവലപ്മെൻറ്റിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ്. അതായത് ഒരു തിയറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ റിസർച്ചുകൾ നടത്തും. തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ലൈക്ക് ഒരു തിയറിറ്റിക്കൽ ഫ്രെയിം വർക്ക് ആയിട്ടൊക്കെ വരണം നിർബന്ധമൊന്നുമില്ല. കോഗ്നിറ്റീവ് റിസർച്ചേഴ്സ് തിയറി ഡെവലപ്മെൻറ്റിൽ കൂടുതൽ ഫോക്കസ് ചില സമയത്ത് കൊടുക്കാറുണ്ട്. അവർ തിയറി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ആശയങ്ങൾ ഒരു തിയറിറ്റിക്കൽ ഫ്രെയിം വർക്കിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അവർ റിസർച്ചുകൾ നടത്തും. സോ അതുകൊണ്ട് തന്നെ തിയറി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് കോഗ്നിറ്റീവ് റിസർച്ചിൻ്റെ ഒരു ഗോളാണെന്ന് നമുക്ക് പറയാം. നാലാമത്തെ ഗോളാണ് എക്സ്പ്ലെയിനിങ് തോട്ട്സ് എന്നുള്ളത്. കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റുകൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് ചില തോട്ട്സ് ഉണ്ടാവുന്നു, എന്തുകൊണ്ട് ചില തോട്ട്സ് ഇങ്ങനെയാവുന്നു എന്നുള്ള ലൈക്ക് തോട്ട്സിന് എക്സ്പ്ലനേഷൻ കൊടുക്കുക എന്നുള്ളത്. നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് തോട്ട്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6200 തോട്ട്സ് നമുക്കൊരു ദിവസം അപ്രോക്സിമേറ്റ്ലി ഉണ്ടെങ്കിൽ അതിൽ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് തോട്ട്സ് നമുക്ക് ഉണ്ടാവാറുണ്ട്. സോ ഈ തോട്ട്സ് ഒക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു, എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ഈ രീതിയിൽ ചിന്തിക്കുന്നത്, എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല, അങ്ങനെ തോട്ട്സ് ഉണ്ടാവാൻ കാരണമായ ഡിഫറെൻ്റ് ആയിട്ടുള്ള റീസൺസ് കോഴ്സസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് കോഗ്നിറ്റീവ് റിസർച്ചിൻ്റെ എന്താണ് ഒരു ഗോളാണ്. ഞാൻ ജസ്റ്റ് ഈ ഗോൾസ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് സമ്മറൈസ് ചെയ്യാം. ഒന്നാമത്തേത് ഹൈപ്പോത്തസിസ് ഫോർമേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ആണ്. അതൊരു പ്രപ്പോസിഷൻസ് അല്ലെങ്കിൽ ഒരു അസംഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, അതിനെ വെരിഫൈ ചെയ്യാൻ വേണ്ടി അതിനെ ടെസ്റ്റ് ചെയ്യുന്നു. രണ്ടാമത്തേത് ഡാറ്റ കളക്ട് ചെയ്യുക അല്ലെങ്കിൽ ഗ്യാദർ ചെയ്യുക, അതിനുശേഷം അതിനെ അനലൈസ് ചെയ്ത് ഒരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് തിയറി ഡെവലപ്മെൻ്റ് ആണ്. നാലാമത്തേത് തോട്ട്സിന് എക്സ്പ്ലനേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള തോട്ട്സിൻ്റെ റീസൺസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ കോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ 4 ഗോൾസ് ആണ് കോഗ്നിറ്റീവ് റിസർച്ചിന് മേജറായിട്ട് ഉള്ളത്. ഇനി നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് റിസർച്ച് മെത്തേഡ്സ് ആണ് കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ റിസർച്ചേഴ്സ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. The first one that we are going to discuss here as a part of the research methods in cognitive psychology is controlled experimental design. കൺട്രോൾഡ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ ആ പേരിലുള്ള പോലെ തന്നെ ഇറ്റ് ഹാപ്പൻസ് ഇൻ കൺട്രോൾഡ് സെറ്റിങ്സ്. അതായത് നമ്മളുടെ എക്സ്പെരിമെൻറ്ററിന് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് റിസർച്ചറിന് കൂടുതൽ കൺട്രോൾ ആ റിസർച്ചുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആസ്പെക്ട്സിൻ്റെ അതായത് മോസ്റ്റ് ഓഫ് ദ ആസ്പെക്ട്സിലും ഉണ്ടാവും എന്നുള്ളതാണ്.
കൺട്രോൾഡ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ യൂസ് ചെയ്തുകൊണ്ടുള്ള റിസർച്ചസ് യൂഷ്വലി നടക്കുക ലബോറട്ടറി സെറ്റിങ്സിലാണ്. ലബോറട്ടറി സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ലബോറട്ടറിയിലുള്ള റിസർച്ചസും അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ്സും ഒക്കെ നടത്തുക. അതുകൊണ്ട് തന്നെ റിസർച്ചറിന് കൂടുതൽ കൺട്രോൾ റിസർച്ചിൻ്റെ മുകളിൽ ഉണ്ടാവും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കൺട്രോൾഡ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നടക്കുന്ന എക്സ്പെരിമെൻറ്റ്സ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഗ്നിറ്റീവ് റിസർച്ചസ് ഇത് യൂസ് ചെയ്തുകൊണ്ട് ലബോറട്ടറി സെറ്റിങ്സിൽ, അതായത് റിസർച്ചറിൻ്റെ കൂടുതൽ കൺട്രോളോടുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നടത്താൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിസർച്ച് മെത്തേഡ് ആണ് സൈക്കോബയോളജിക്കൽ മെത്തേഡ്സ്. സൈക്കോബയോളജി എന്ന് പറയുന്നൊരു ഫീൽഡ് എക്സ്പ്ലോർ ചെയ്യുന്നത് ഹ്യൂമൻ മൈൻഡിൻ്റെ അല്ലെങ്കിൽ മെൻ്റൽ പ്രോസസ്സിൻ്റെ ബയോളജിക്കൽ പാർട്സിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ പ്രോസസ്സുകളാണ്, എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മളെ മെൻ്റൽ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതും, മെൻ്റൽ ഹെൽത്തിലുണ്ടാകുന്ന എന്തൊക്കെ പ്രോബ്ലംസിലാണ് നമ്മളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗൻസിനെയും നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ബോഡി പ്രോസസ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന സൈക്കോളജിയുടെ ഒരു സബ് ഫീൽഡാണ് സൈക്കോബയോളജി എന്നുള്ളത്. സോ സൈക്കോബയോളജിക്കൽ റിസർച്ച് കോഗ്നിറ്റീവ് റിസർച്ചിൽ വരുന്ന സമയത്ത് കൂടുതലായിട്ടും എക്സ്പ്ലോർ ചെയ്യുക കോഗ്നിറ്റീവ് പ്രോസസ്സുകളുടെ ബയോളജിക്കൽ പാർട്സിനെ കുറിച്ചായിരിക്കും. നമ്മൾ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ നമ്മളുടെ ഏതെങ്കിലും ബോഡി പാർട്സ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂറോൺസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടാകുന്നോ എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സൈക്കോബയോളജിക്കൽ റിസർച്ചിലൂടെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. It studies cognitive processes and cerebral events, which means that it explores about the cerebral changes and its influence on your cognitive processes such as thinking, attention, perception, and so on. Anyway, psychobiological research is one of the methods that is used by the cognitive researchers today. The next one is self-reports, case studies, and observation. ഇത് മൂന്നും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് വൺ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദ സെൽഫ് റിപ്പോർട്ട്സ്. സെൽഫ് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ക്ലയൻറ്റ് അല്ലെങ്കിൽ ആരാണോ ഡാറ്റ കളക്ട് ചെയ്യുന്ന ആൾ, അയാളൊരു സെൽഫ് റിപ്പോർട്ട് ഇൻവെൻട്രി ഡാറ്റ കളക്ട് ചെയ്യേണ്ട പോപ്പുലേഷനിലുള്ള ആൾക്ക് കൊടുക്കുകയും അയാളുടെ സ്വന്തം കാര്യങ്ങൾ സെൽഫ് റിപ്പോർട്ടായിട്ട് നമുക്ക് തരികയും ചെയ്യും. അപ്പോൾ ആ ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ റിസർച്ച് ചെയ്യുമ്പോഴാണ് അതിന് സെൽഫ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് ആരുടെ ഡാറ്റയാണോ നമ്മൾ കളക്ട് ചെയ്യുന്നത് അയാളാണ് അയാളുടെ ഡാറ്റ നമുക്ക് നൽകുന്നത്. യൂഷ്വലി ഈ സെൽഫ് റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടാവാറ് സെൽഫ് റിപ്പോർട്ട്സ് ഇൻവെൻറ്ററീസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. അതായത് ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ടൈംസ് ക്വസ്റ്റനേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് സെൽഫ് റിപ്പോർട്ട് ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ചസ് നടത്താറുള്ളത്. രണ്ടാമത്തതാണ് കേസ് സ്റ്റഡി എന്നുള്ളത്. കേസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡീപ്പായിട്ടുള്ള സ്റ്റഡീസാണ്, അല്ലെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ള റിസർച്ച് അബൌട്ട് എ പെർട്ടിക്കുലർ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് എന്ന് പറയാം. നമ്മളൊരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എത്നിക് ഗ്രൂപ്പിനെ കുറിച്ചോ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡീപ്പായിട്ട് കുറേ സമയമൊക്കെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് കേസ് സ്റ്റഡീസ് എന്ന് പറയാം. യൂഷ്വലി നമ്മളതൊരു ഇൻഡിവിജ്വൽ ബേസിസിലാണ് നടത്താറുള്ളതെങ്കിൽ പോലും ഗ്രൂപ്പ് കേസ് സ്റ്റഡീസും പോസിബിൾ ആണെന്നാണ് റീസെൻറ്റ് റിസർച്ചസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. യൂഷ്വലി നമ്മളൊരു ഇൻഡിവിജ്വൽ ബേസിലാണ് കേസ് സ്റ്റഡീസ് നടത്താറുള്ളെങ്കിൽ പോലും ഗ്രൂപ്പ് ബേസ്ഡ് ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേസ് സ്റ്റഡീസ് നടത്താൻ പറ്റും. സോ ആഫ്റ്റർ സെൽഫ് റിപ്പോർട്ട്സ് ആൻഡ് കേസ് സ്റ്റഡീസ് there comes observation. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, റിസർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ബേസിൽ റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് രീതിയിലാവാം. ഒന്ന് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ, രണ്ടാമത്തേത് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ, മൂന്നാമത്തേത് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്നാണ്. സോ ആഫ്റ്റർ കേസ് സ്റ്റഡീസ് ആൻഡ് സെൽഫ് റിപ്പോർട്ട്സ് there comes observation. Observation can be naturalistic, non-participant or participant. നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ അവരുടെ നാച്ചുറൽ ബിഹേവിയേഴ്സ് ഉണ്ടാവുന്ന സ്ഥലത്ത് പോയിട്ട് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ആനിമൽസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവരുടെ ഹാബിറ്റായിട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ അവരെ ഫോറസ്റ്റിൽ പോയിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടാണ് പഠിക്കുക. കാരണം അവരുടെ ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് വേറെ ബയാസസ് ഒന്നും ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റുക അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ്. സോ അതാണ് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തേതാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. നിങ്ങളൊരു ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ആ ഒരു ഗ്രൂപ്പിൻ്റെ പാർട്ടായിക്കൊണ്ട്, ആ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഗ്യാങ്ങിൻ്റെ മെമ്പർ ആയിക്കൊണ്ട് നിങ്ങൾ ആ ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് ഒബ്സർവ് ചെയ്ത് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയാം. ഇനി നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ ആണെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിൻ്റെ പാർട്ട് ആവാതെ നിങ്ങൾ പുറത്തു നിന്ന് ഒരാൾ നോക്കിക്കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അവരെ ഫോളോ ചെയ്തുകൊണ്ട് അവരെ ഒബ്സർവ് ചെയ്യുന്നതാണ് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്നുള്ളത്. സോ ഈ ഒരു രണ്ട് കാര്യങ്ങളും എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾ അവരെ ഫോളോ ചെയ്യുകയാണെന്നുള്ളത് അവർക്ക് മനസ്സിലാവരുത് എന്നുള്ളത് ഇതിലൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. സോ ഈ മൂന്ന് റിസർച്ച് മെത്തേഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള
സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ കോഗ്നിറ്റീവ് റിസർച്ചിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് കമ്പ്യൂട്ടർ സിമുലേഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് കൊളാബറേഷൻ. കമ്പ്യൂട്ടർ സിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കമ്പ്യൂട്ടേഴ്സിന് ഹ്യൂമൻ മൈൻഡ് പ്രവർത്തിക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ ഹ്യൂമൻ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടി സിമുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ പ്രോഗ്രാംസ് സെറ്റ് ചെയ്യുക, സോഫ്റ്റ്വെയർസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കമ്പ്യൂട്ടർ സിമുലേഷൻ എന്ന് പറയുന്ന ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ കറക്റ്റായിട്ട് നമ്മൾ ഹ്യൂമൻ ബീങ്സിൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന പോലെ തന്നെയുള്ള ചില പ്രോസസ്സുകൾ നമുക്ക് കമ്പ്യൂട്ടേഴ്സിൽ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഈ ഒരു പെർട്ടിക്കുലർ കമ്പ്യൂട്ടർ സിമുലേഷനിലൂടെ നമുക്ക് ശ്രമിക്കാൻ പറ്റും. ഒരു പുതിയ ഗ്രൂപ്പ് ഓഫ് കോഗ്നിറ്റീവ് റിസർച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ്ലി ഹ്യൂമൻ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ അതിൻ്റെ അതേ പേസിലും അതിൻ്റെ അതേ ആക്യുറസിയിലും വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സിനെ മേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് പുതിയ റിസർച്ചേഴ്സിന് നമുക്ക് വായിക്കാൻ പറ്റുന്നത്. സോ ദാറ്റ് ഇസ് വാട്ട് കമ്പ്യൂട്ടർ സിമുലേഷൻ ഈസ്. രണ്ടാമത്തേതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ആളുകൾക്കും ഓൾറെഡി കേട്ടിട്ടുണ്ടാവാം. സോ എനിവേ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ സിമുലേഷനാണ്. മെഷീൻസിലേക്ക് അല്ലെങ്കിൽ റോബോട്ട്സിലേക്ക് അതുപോലുള്ള മെഷീനറി സ്ട്രക്ചേഴ്സിലേക്ക് ഹ്യൂമൻ ഇൻ്റലിജൻസിനെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻ്റലിജൻസിനെ പ്രോഗ്രാം ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഗ്നിറ്റീവ് റിസർച്ചിൻ്റെ ഒരു മെത്തേഡായിട്ട് അല്ലെങ്കിൽ ഒരു പാർട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. മൂന്നാമത്തേതാണ് കൊളാബറേഷൻ എന്നുള്ളത്. കൊളാബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കോഗ്നിറ്റീവ് റിസർച്ച് ചെയ്യുമ്പം ഈ പറഞ്ഞ ഇത്രയും നേരം ഞാൻ പറഞ്ഞ മെത്തേഡ്സിൽ ഒരേ മെത്തേഡ് തന്നെ സ്റ്റിക്ക് ചെയ്യണം എന്നുള്ളത് യാതൊരുവിധ നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ റിസർച്ചിൻ്റെ ആവശ്യകതക്കനുസരിച്ച് ഈ പറഞ്ഞ മെത്തേഡ്സിൽ ഒന്നോ രണ്ടോ എണ്ണത്തിനൊക്കെ നിങ്ങൾക്ക് കമ്പൈൻ ചെയ്തും കൊളാബറേറ്റീവായിട്ടും നടത്താം. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു കാര്യം പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ റിസർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സെയിം ആയിട്ടുള്ള സ്റ്റഡിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലബോറട്ടറി എക്സ്പെരിമെൻറ്റ്സും നടത്താം, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കേസ് സ്റ്റഡിയും നടത്താം. സോ ദാറ്റ് ഈസ് വാട്ട് കൊളാബറേഷൻ ഈസ്. സോ ഇത്രയൊക്കെയാണ് നമുക്ക് റിസർച്ച് മെത്തേഡ്സ് ഇൻ കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു പാർട്ടിൽ പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കീ ഐഡിയാസ് ഇൻ കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു പാർട്ടാണ്. സോ നൗ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് കീ ഐഡിയാസ് ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി. കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ പ്രധാനപ്പെട്ട ഐഡിയാസ് അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക് ബോൺസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ബിലീഫ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തതാണ് നീഡ് ഫോർ എ തിയറി. കോഗ്നിറ്റീവ് സൈക്കോളജിയിലെ ഏതൊരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ ഏതൊരു എലമെൻ്റ് ആവട്ടെ, ദർ നീഡ് ടു ബി എ തിയറി. ഒരു എക്സ്പ്ലനേറ്ററി തിയറിയുടെ പ്രസൻസിലല്ലാതെ കോഗ്നിറ്റീവ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത്. അതായത് കോഗ്നിറ്റീവ് സൈക്കോളജിയിലെ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു എക്സ്പ്ലനേറ്ററി തിയറി നിർബന്ധമായും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കീ ഐഡിയ ആണ് അഡാപ്റ്റിവിറ്റി എന്ന് പറയുന്നത്. കോഗ്നിഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മോസ്റ്റ് ഓഫ് ദ കേസസ് വളരെ അഡാപ്റ്റീവ് ആണ്. അതായത് ലൈക്ക് മറ്റുള്ള കാര്യങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പോകാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ഒരു കൺസെപ്റ്റാണ് കോഗ്നിഷൻ എന്നാണ് പറയുന്നത്. സോ അതിൻ്റെ ഒരു അഡാപ്റ്റിവിറ്റി മോസ്റ്റ് ഓഫ് ദ കേസസ്, അതായത് ഒരുവിധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരുവിധപ്പെട്ട റിസർച്ച് സിറ്റുവേഷൻസിലൊക്കെ കോഗ്നിറ്റീവ് സൈക്കോളജിക്ക് മറ്റുള്ള ഫീൽഡുകളുമായിട്ടും മറ്റുള്ള കാര്യങ്ങളുമായിട്ടും അഡാപ്റ്റഡ് ആയിട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. എങ്കിലും ചില സമയങ്ങളിൽ ആ അഡാപ്റ്റിവിറ്റി നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. മൂന്നാമത്തെ ഒരു ഐഡിയ ആണ് ഇൻറ്ററാക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇൻറ്ററാക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഗ്നിറ്റീവ് പ്രോസസ്സുകൾ മറ്റ് കോഗ്നിറ്റീവ് പ്രോസസ്സുകളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ കോഗ്നിഷനിൽ വരുന്ന തിങ്കിങ്ങും നമ്മളുടെ അറ്റൻഷനും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളൊരു കാര്യം അറ്റൻഡ് ചെയ്യുന്നതിന് പ്രധാനമായിട്ടുള്ള ചില തോട്ട്സ് നമുക്കൊരു പക്ഷേ ഉണ്ടാവും. കാരണം നമ്മളൊരു കാര്യം അറ്റൻഡ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളെ തോട്ട്സ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ കോഗ്നിറ്റീവ് പ്രോസസ്സുകൾ തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നോൺ കോഗ്നിറ്റീവ് പ്രോസസ്സുകളുമായിട്ട് കോഗ്നിറ്റീവ് പ്രോസസ്സുകൾക്ക് കണക്ഷൻ ഉണ്ടെന്ന് പറയുന്നത്. നോൺ കോഗ്നിറ്റീവായ പ്രോസസ്സുകൾ, അതായത് കോഗ്നിറ്റീവ് സ്പെക്ട്രത്തിൽ പെടാത്ത കാര്യങ്ങളുമായിട്ടും കോഗ്നിഷൻ എന്ത് ചെയ്യാം, ഇൻറ്ററാക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ടെന്നാണ് പറയുന്നത്. നാലാമത്തെ ഒരു ഐഡിയ ആണ് സയൻറ്റിഫിക് ആയിട്ട് മാത്രമേ കോഗ്നിഷനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. സോ ദാറ്റ് ഇസ് വെരി ട്രൂ. കാരണം നമ്മൾ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള പ്രാക്ടീസസിലൂടെ കോഗ്നിറ്റീവ് സൈക്കോളജി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതുകൊണ്ടുണ്ടാവുന്ന റിസൾട്ട്സ് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. So using scientific methods to study cognitive psychology is an important and a major factor. The fifth one is the application of things that has been found from the cognitive researchers. കോഗ്നിറ്റീവ് റിസർച്ചസിലൂടെ കണ്ടുപിടിച്ച കാര്യങ്ങളിൽ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമ്മുടെ റിയൽ ലൈഫിലേക്കുള്ള ആപ്ലിക്കേഷൻ ആവാം, ഏതെങ്കിലും രീതിയിൽ നമുക്കതിനെ പോസിറ്റീവായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതും ആ ഒരു ആപ്ലിക്കേഷനിലൂടെ ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ചുള്ള നമ്മളുടെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വർദ്ധിക്കും എന്നും കൂടെയാണ് പറയുന്നത്.
The fifth key idea is about application. All basic research in cognitive psychology will lead to applications എന്നാണ്. നമ്മൾ കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ ചെയ്യുന്ന ഏറ്റവും ബേസിക് ആയുള്ള റിസർച്ചസ് ഒക്കെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ലൈഫിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പോസിറ്റീവായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ നടക്കുന്ന അപ്ലൈഡ് ആയിട്ടുള്ള റിസർച്ചസ് പർട്ടിക്കുലർ ആയിട്ടുള്ള അത് ഏത് വിഷയമാണോ ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് കൺസെപ്റ്റിനെയാണോ ഒരു അപ്ലൈഡ് റിസർച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് അത്തരം റിസർച്ചുകൾ സഹായിക്കും എന്നുള്ളത് കൂടി ഈ ഒരു ഐഡിയ പറയുന്നുണ്ട്. സോ ദീസ് ആർ ദ 5 മേജർ ഐഡിയാസ് ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി. ഇനി ഈ ഐഡിയാസിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ കോമ്പിനേഷനായിട്ട് വന്നിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളെക്കുറിച്ച് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദിസ് ഓൾസോ കംസ് അണ്ടർ ദ ഐഡിയാസ് ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി. So those 3 are cognitive science, computer and cognition and neuroscience. നേരത്തെ പറഞ്ഞ 5 മേജർ ഐഡിയാസിൻ്റെ ഭാഗമായിട്ട് വന്ന 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീൽഡ്സ് അല്ലെങ്കിൽ അസോസിയേഷൻസ് ആണ് കോഗ്നിറ്റീവ് സയൻസ്, കമ്പ്യൂട്ടർ ആൻഡ് കോഗ്നിഷൻ ആൻഡ് ന്യൂറോ സയൻസ് എന്നുള്ളത്. അതിലേക്ക് ഫർദർ ആയിട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ. ഡു അവർ മൈൻഡ് വർക്ക് ലൈക്ക് എ കമ്പ്യൂട്ടർ? നമ്മളുടെ മൈൻഡ് ശരിക്കും ഒരു കമ്പ്യൂട്ടറിനെ പോലെയാണോ വർക്ക് ചെയ്യുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ലൈക്ക് നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കമ്പ്യൂട്ടർ ചെയ്യുന്ന പോലെ തന്നെയാണോ ചെയ്യുന്നത്? Or is it the computer that working like our mind? അതായത് ചോദിച്ചു വരുന്നത് കമ്പ്യൂട്ടർ നമ്മളെ മൈൻഡിനെ പോലെ വർക്ക് ചെയ്യണോ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെ മൈൻഡ് കമ്പ്യൂട്ടറിനെ പോലെ വർക്ക് ചെയ്യണോ ചെയ്യുന്നത് എന്നുള്ളതാണ്. വാട്ട് എവർ യുവർ ആൻസർ ഈസ് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. കമ്പ്യൂട്ടർ ഈസ് യൂസ്ഡ് ആസ് എ മേജർ മെറ്റഫർ ഫോർ ഹ്യൂമൻ ബ്രെയിൻ. നമ്മളെ ഹ്യൂമൻ ബ്രെയിനിൻ്റെ പ്രോസസ്സുകളെ ഏറ്റവും കൂടുതലായിട്ട് കമ്പയർ ചെയ്യപ്പെടുന്ന ഒരു മെറ്റഫറാണ് കമ്പ്യൂട്ടർ എന്നുള്ളത്. നമ്മുടെ ലൈഫിൽ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ മെറ്റഫേഴ്സ് യൂസ് ചെയ്യുമല്ലോ. അതായത് ഒരു കാര്യം മറ്റൊരു കാര്യത്തിനെ പോലെയാണെന്നൊക്കെ പറയാൻ നമ്മൾ മെറ്റഫേഴ്സാണ് യൂസ് ചെയ്യുക. സോ അതുപോലെ തന്നെയാണ് ഇവിടെ കോഗ്നിറ്റീവ് റിസർച്ചേഴ്സ് കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യുന്നതും. ഹ്യൂമൻ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് പോലെയാണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നതെന്നാണ് കോഗ്നിറ്റീവ് റിസർച്ചേഴ്സ് പറയുന്നത്. സോ അവരതിനെ കമ്പയർ ചെയ്യുകയും ഇത് തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് എന്നൊക്കെ പറയുക ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടേഴ്സ് ക്യാൻ പെർഫോം ഫങ്ഷൻസ് ദാറ്റ് റിസംബിൾസ് ഹ്യൂമൻ പ്രോബ്ലം സോൾവിംഗ് എന്നാണ്. നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് പോലെ തന്നെ കമ്പ്യൂട്ടേഴ്സിന് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മാത്തമെറ്റിക്കൽ പ്രോബ്ലംസ് മാത്രമല്ല, അല്ലാതെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കമ്പ്യൂട്ടേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഹ്യൂമൻ കോഗ്നിഷൻ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഹ്യൂമൻസ് ഡസ് വെൽ ഇൻ സം ഫങ്ഷൻസ് ദാൻ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് വൈസ് വേഴ്സ. ഹ്യൂമൻ ബീങ്സ് കമ്പ്യൂട്ടേഴ്സിനേക്കാളും നല്ല രീതിയിൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടേഴ്സ് ഹ്യൂമൻ ബീങ്സിനേക്കാളും നല്ല രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ജസ്റ്റ് എക്സാമ്പിൾ എടുക്കാം. ഹ്യൂമൻ ബീങ്സിന് ഇമോഷൻസ് ഫീൽ ചെയ്യുന്ന പോലെ കമ്പ്യൂട്ടേഴ്സിന് ഫീൽ ചെയ്യാൻ പറ്റില്ല. വിച്ച് മീൻസ് ദാറ്റ് ഹ്യൂമൻ ബീങ്സ് ആർ ഡൂയിങ് ബെറ്റർ ഇൻ ദാറ്റ്. കമ്പ്യൂട്ടേഴ്സ് കാൽക്കുലേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന അത്ര ഫാസ്റ്റായിട്ട് ഹ്യൂമൻ ബീങ്സിന് കാൽക്കുലേഷൻസ് ഒന്നും മാത്തമെറ്റിക്കൽ പ്രോബ്ലംസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. So it is like that, which means that some processes are well done by human beings than computers and some are well done by computers than human beings. സോ ഈ ഒരു റിസംബ്ലൻസും സിമിലാരിറ്റീസും ഡിഫറൻസസും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഹ്യൂമൻ ബീങ്സിൻ്റെ ബ്രെയിനിനെ കമ്പ്യൂട്ടറുമായിട്ട് ഒരു പരിധി വരെ മെറ്റഫറായി യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് തന്നെ നമുക്ക് പറയാം. സോ നെക്സ്റ്റ് കൺസെപ്റ്റാണ് കോഗ്നിറ്റീവ് സയൻസ് എന്നുള്ളത്. കോഗ്നിറ്റീവ് സയൻസ് വന്നത് തന്നെ 3 ഡിഫറെൻറ്റ് ഫീൽഡ്സിൻ്റെ കോമ്പിനേഷൻ ആയിട്ടാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് കമ്പ്യൂട്ടർ സയൻസ് ആണ്. കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സോഫ്റ്റ്വെയർ ആയിട്ടും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ശാസ്ത്ര മേഖലയാണ് കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളത്. രണ്ടാമതാണ് കോഗ്നിറ്റീവ് സൈക്കോളജി, വിച്ച് ഈസ് സംതിങ് ദാറ്റ് വി ആർ ഓൾറെഡി ഡിസ്കസിങ് ഇൻ ദിസ് പെർട്ടിക്കുലർ ലെക്ചർ. സോ കോഗ്നിറ്റീവ് സൈക്കോളജിയും കമ്പ്യൂട്ടർ സയൻസും അതോടൊപ്പം തന്നെ ന്യൂറോ സയൻസും നമ്മളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നെർവ്സിനെ കുറിച്ചും നെർവ് കണക്ഷൻസിനെ കുറിച്ചും ന്യൂറൽ നെറ്റ്വർക്ക്സിനെ കുറിച്ചും അതിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ശാസ്ത്ര മേഖലയാണ് ന്യൂറോ സയൻസ് എന്നുള്ളത്. സോ ഈ ന്യൂറോ സയൻസും കോഗ്നിറ്റീവ് സൈക്കോളജിയും കമ്പ്യൂട്ടർ സയൻസും കൂടി ചേർന്നിട്ടാണ് കോഗ്നിറ്റീവ് സയൻസ് എന്ന് പറയുന്ന ഒരു സിംഗിൾ എൻറ്റൈറ്റിയിലേക്ക് വന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. കോഗ്നിറ്റീവ് സയൻസ് ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് എ result of the major ideas of cognitive psychology. So the final idea that we are going to discuss is neuroscience and cognitive psychology. കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ഫിസിയോളജിക്കും ന്യൂറോ അനാറ്റമിക്കും ഒന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ന്യൂറൽ കണക്ഷൻസും നമ്മളുടെ കോഗ്നിഷനും തമ്മിൽ എന്തെങ്കിലും രീതിയിലുള്ള പോസിബിൾ കണക്ഷൻസ് ഉണ്ടോ എന്നുള്ളതൊന്നും അന്ന് ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ഏരിയ ആയിരുന്നു. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഗ്നിറ്റീവ് സൈക്കോളജി വളരുന്നതിനനുസരിച്ച് ഇതിൻ്റെ ന്യൂറോ സയൻസുമായിട്ടുള്ള അസോസിയേഷൻ്റെ പവർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണക്ഷൻ കൂടി വന്നു എന്നുള്ളത് പറയാം. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഗ്നിറ്റീവ് സൈക്കോളജി വളരുന്നതിനനുസരിച്ച് ന്യൂറോ സയൻസുമായിട്ടുള്ള ഇതിൻ്റെ അസോസിയേഷൻസും കൂടി വന്നു. ആ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി തന്നെ ന്യൂറൽ കണക്ഷൻസ്, അതായത് ഒരു മനുഷ്യൻ്റെ നെറ്റ്വർക്ക്സ്, ന്യൂറൽ നെറ്റ്വർക്ക്സിൻ്റെ ഫങ്ഷൻസും ഒരു മനുഷ്യൻ്റെ കോഗ്നിറ്റീവ് ഫങ്ഷൻസും തമ്മിൽ
പരസ്പരം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളത് റിസർച്ചേഴ്സൊക്കെ മനസ്സിലാക്കുകയാണ് ചെയ്തത്. ന്യൂറോ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഇമേജിംഗ് ടെക്നിക്സ് നമ്മൾ കോഗ്നിറ്റീവ് സൈക്കോളജിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 ഇമേജിംഗ് ടെക്നിക്സുകളാണ് MRI, PET, EEG എന്ന് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി EEGയെക്കുറിച്ചും PETയെക്കുറിച്ചും MRIയെക്കുറിച്ചും ഒക്കെ കേട്ട ആളുകളായിരിക്കാം. ഇതൊക്കെ ഇമേജിംഗ് ടെക്നിക്സ് ആണ്, മെഡിക്കൽ ഇമേജിംഗ് ടെക്നിക്സ് ആണ്. ന്യൂറോ കോഗ്നിറ്റീവ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബ്രെയിൻ സ്ട്രക്ചേഴ്സിനെ കുറിച്ചും ന്യൂറൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇമേജസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്നിക്സാണ് MRIയും PETയും എന്നുള്ളത് കൊണ്ടാണ്. സോ ഈ ഇമേജിംഗ് ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂറോ സയൻസിൻ്റെ ഹെൽപ്പോടുകൂടെ കോഗ്നിറ്റീവ് സൈക്കോളജിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും എക്സ്പ്ലോർ ചെയ്യാനും നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കീ ഐഡിയാസ് ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു പോർഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. So I'm going to show you a short video. ഈ വീഡിയോ ആക്ച്വലി അബൌട്ട് ഡിപ്രഷൻ ആൻഡ് ന്യൂറോ സയൻസിനെ കുറിച്ചാണ്. അതായത് നിങ്ങളുടെ ന്യൂറൽ നെറ്റ്വർക്ക്സിൽ നിങ്ങളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമോഷൻസിന് എങ്ങനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നതെന്നൊക്കെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ജസ്റ്റ് നിങ്ങളിതൊന്ന് വാച്ച് ചെയ്യുക. ഞാൻ ജസ്റ്റ് ചില കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. So see this portion of this video. ഇതിൽ നിങ്ങൾ കാണുന്ന ലൈറ്റ് കളറുള്ള, അതായത് വൈറ്റ് കളറിലുള്ള ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സിനെയാണ് നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് വിളിക്കുന്നത്. ഇതുപോലെയുള്ള എത്ര ന്യൂറോൺസ് നിങ്ങളുടെ ബ്രെയിനിലുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? അറൗണ്ട് 100 ബില്യൺ ന്യൂറോൺസ് ആർ ദർ ഇൻ അവർ ബ്രെയിൻ എന്നാണ്. ഇതുപോലത്തെ 100 ബില്യൺ ന്യൂറൽ നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ ന്യൂറോൺസ് നമ്മളുടെ ബ്രെയിനിലുണ്ട് എന്നാണ് പറയുന്നത്. സോ എനിവേ ലെറ്റ്സ് കണ്ടിന്യൂ ദ വീഡിയോ. So here you can see different kind of functions in the brain like decision making, memory, hope. You can read it, right? So ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കോഗ്നിഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ഫങ്ഷൻസും ഏരിയാസും ഒക്കെയാണ്. സോ ഒരു വ്യക്തിയുടെ മെൻ്റൽ പ്രോസസ്സിനെ, എസ്പെഷ്യലി ഇമോഷൻസിനെ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലെറ്റ്സ് കണ്ടിന്യൂ ദ വീഡിയോ അഗൈൻ. ഓക്കെ, വീഡിയോ അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ബ്രെയിനിൽ ഏതൊക്കെ രീതിയിലുള്ള ഡിഫറൻസസ് ആണ് ഇമോഷൻസിന്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമോഷൻസിന്, അതിൽ സാഡ്നെസ് ഉണ്ട്, ലാസ്റ്റ് ഹാപ്പിനെസ് ഉണ്ട്, ആ ഒരു ഫ്ലവർ ബ്ലൂം ചെയ്ത് വരുന്നൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടാവും. സോ ഏതൊക്കെ ഏരിയാസ് ആണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ചെറിയ രീതിയിലെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഡിഫറെൻറ്റ് ലൈറ്റ്സ് അവർ യൂസ് ചെയ്തിട്ടുണ്ട്, ഡിഫറെൻറ്റ് സ്റ്റിമുലേറ്റിംഗ് ഏരിയാസിനെ അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ യൂസ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഗ്നിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ എ നട്ട് ഷെൽ ഇറ്റ് ഈസ് നോട്ട് എ സിംഗിൾ തിങ്. അതായത് കോഗ്നിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ കാര്യത്തിന് ഡിനോട്ട് ചെയ്യുന്ന ഒരു വേർഡായിട്ട് നിങ്ങൾ പെർസീവ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ കാണിച്ചു തന്നത്. വിച്ച് മീൻസ് ദാറ്റ് കോഗ്നിഷൻ ഈസ് എൻ അംബ്രല്ല ടേം. അതായത് ഒരുപാട് പ്രോസസ്സുകൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു അംബ്രല്ല ടേം ആണ് കോഗ്നിഷൻ എന്നുള്ളത്. സോ അതുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ള ഉദ്ദേശമായിരുന്നു ഈ വീഡിയോക്കുള്ളത്. എനിവേ, വി ക്യാൻ ജസ്റ്റ് സമ്മറൈസ് ദ തിങ്സ് ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ ലെക്ചർ. So first we discussed about the definition of cognitive psychology. Cognitive psychology എന്തൊക്കെയായിരുന്നു പഠിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു കോഗ്നിറ്റീവ് സൈക്കോളജി പെർസെപ്ഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ആളുകൾ എങ്ങനെ ലേൺ ചെയ്യുന്നു എന്നുള്ള പഠിക്കുന്നുണ്ട്,
ഷേപ്സിനെയൊക്കെ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, മെമ്മറീസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നീട് നമ്മൾ റിസർച്ച് മെത്തേഡ്സ് ഇൻ കോഗ്നിറ്റീവ് സൈക്കോളജി ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. റിസർച്ച് മെത്തേഡ്സ് മാത്രമല്ല, ഗോൾസ് ഓഫ് റിസർച്ച് അതിൽപ്പെട്ടതായിരുന്നു ഹൈപ്പോത്തസിസ് ഫോർമുലേഷൻ ആൻഡ് ടെസ്റ്റിംഗ്, ഡാറ്റ ഗ്യാതറിംഗ് ആൻഡ് അനാലിസിസ്, തിയറി ഡെവലപ്മെൻറ്റ് ആൻഡ് എക്സ്പ്ലോറേഷൻ ഓഫ് തോട്ട്സ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള തോട്ട്സ് എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ളതിനൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഗോൾ. ഓക്കെ, then we discuss about the key ideas of cognitive psychology. അതിൽ നമ്മൾ നീഡ് ഫോർ എ തിയറി പറഞ്ഞു. അതായത് ഒരു കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഒരു എക്സ്പ്ലനേറ്ററി തിയറി അത്യാവശ്യമാണെന്ന് പറഞ്ഞു. ഇൻട്രാക്ടിവിറ്റിയെ കുറിച്ച് പറഞ്ഞു. അതായത് കോഗ്നിറ്റീവ് സൈക്കോളജി ആസ്പെക്ട്സ് മറ്റ് കോഗ്നിറ്റീവ് പ്രോസസ്സുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടെന്നതും മറ്റു നോൺ കോഗ്നിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമ്മൾ പറഞ്ഞു. And these major 5 ideas involved, and other things in this major 5 ideas of cognitive psychology was adaptivity, the need for a scientific method and the application. So ഇത്രയും ഡിസ്കസ് ചെയ്തതിന് ശേഷം അതിൻ്റെ കോമ്പിനേഷനായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ മേജർ ഐഡിയാസിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള മറ്റ് മേജർ ആയിട്ടുള്ള അസോസിയേഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇറ്റ് ഇൻവോൾവ്ഡ് കമ്പ്യൂട്ടർ ആസ് എ മെറ്റഫർ. അതായത് കമ്പ്യൂട്ടറിനെ എങ്ങനെയാണ് ഒരു മെറ്റഫറായിട്ട് യൂസ് ചെയ്തത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹൗ ഇറ്റ് ഈസ് പോസിബിൾ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾസ് വെച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് cognitive science, which is a combination of computer science, cognitive psychology and neuroscience. And in the last part we discussed about the connection between neuroscience and cognitive psychology, which talked about the connection between the neural networks and neural functions of a human being and his cognitive processes and functions. So that is all about today's lecture. An objective test based on the content of this particular lecture will be available. So don't forget to attend that. And also, for a better understanding of the concept that we have discussed, it is always suggested to read through the value added notes that will be available later. Anyway, thank you for listening to me and IGNOU learning.